രണ്ടാമത് കടനാട് കുട്ടവഞ്ചി ജലോത്സവം 2026. കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, വള്ളം സവാരി, പെഡൽ ബോട്ടിംഗ് കൂടാതെ വ്യത്യസ്തമായ കലാപരിപാടികളും അരങ്ങേറുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദർശന തിരുനാളിന്റെ പ്രഭയിൽ കടനാട് ഇനി 6 നാൾ ജലോത്സവ തിമിർപ്പിൽ. കടനാട് ഗ്രാമപഞ്ചായത്തും കൈതക്കൽ പൂതക്കുഴി കുടിവെള്ള പദ്ധതിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടനാട് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന രണ്ടാമത് കടനാട് കുട്ടവഞ്ചി ജലോത്സവം 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കടനാട് ചെക്ക് ഡാമിൽ നടക്കുകയാണ്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ആസ്വാദനത്തിന്റെ അതിരുകളില്ലാത്ത ആനന്ദത്തിന് ഒപ്പം ചേരുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ജലാശയം? വളരെ സുഖം, മനോഹരമായിട്ടൊന്ന് പറഞ്ഞേ. ഇതിൽ എത്ര പേർക്ക് കയറാം? 3 പേര്. 3 പേർക്ക് കയറാം. ഉപയോഗിച്ചാ ഉണ്ടാക്കിയേക്കുന്നത്? വെറും ദീപം സ്വന്തമായാണോ നിർമ്മിച്ചത്? നിർമ്മിച്ചാണ്. 3 ദിവസം പണി. അതെയോ? 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സാധനം. ഏകദേശം എത്ര രൂപ ചെലവ് വന്ന് കാണുമായിരിക്കും? മൊത്തത്തിൽ 6000 രൂപ മുടക്ക് വരുന്നതാണ്. അത്രേ ഉള്ളൂ. എത്ര പേർക്ക് കയറാം? 3 പേര്. 3 പേര് കയറാം. 3 പേര് വെച്ചാൽ ഒരു കുഴപ്പമില്ല, എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളും. തുഴച്ചിലുകാരൻ വേണോ അതോ തുഴച്ചിലുകാരില്ലാണ്ട് പറ്റിയല്ല ഉൾപ്പെടെയാണോ? 3 തുഴച്ചിലുകാരൻ വേണമല്ലോ, അല്ലെങ്കിൽ പോകാല. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കാവോ? ഇത് വെറും ബീപ്പ് മേടിക്കുക. ബീപ്പ് മേടിച്ച് നാട്ടിൽ വെച്ചിട്ട് പൊളക്കുക. പൊളന്ന് കഴിഞ്ഞിട്ട് അവനെ ബെൽഡ് ചെയ്ത് ജോയിന്റ് ചെയ്യുക. ആ ഫ്രണ്ട് മാത്രം പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ, മന ഉണ്ടാക്കാൻ പാട്ടെ. ബാക്കിയുള്ള സിമ്പിൾ പണിയുള്ളൂ. 3 ദിവസം കൊണ്ട് ഈ വള്ളം ശരിയാവും. ഇനി ആർക്കെങ്കിലും ഇതുപോലെ വള്ളം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്? തയ്യാറാണ്. ഈ വെള്ളം കൊടുക്കാൻ ഇത് നമ്മുടെ പുരാവസ്തുവായിട്ട് സൂക്ഷിക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ഡെമോയാ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നല്ലേ, കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ലില്ല, ഇത് കാണിച്ചു വേണം ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ. ഇതിന് പേറ്റന്റ് എടുത്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതുപോലെ നിർമ്മിക്കാൻ പറ്റുമോന്നോ? അപ്പൊ എന്താ, ആർക്കും നിർമ്മിക്കാം. ബെൽഡിങ് അറിയാമെങ്കിൽ ആർക്കും നിർമ്മിക്കാം. അത് കുഴപ്പമില്ലാത്ത കാര്യമോ? കടനാട് കൈതക്കൽ പൂതക്കുഴി കുടിവെള്ള പദ്ധതിയുടെയും കടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത് കടനാട് ജലോത്സവം 2026 ഈ ജനുവരി 14 മുതൽ 20 വരെ കടനാട് ചെക്ക് ഡാമിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 14-ന് വൈകുന്നേരം 6 മണിക്ക് ബഹുമാനായ MLA മാണി സി കാപ്പൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന് ഈ ജലമേള ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അടക്കം വലിയ ഒരു പൊതുസമൂഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. എല്ലാ ആളുകളുടെയും സാന്നിധ്യം, സഹകരണം ഞങ്ങൾ സാദരം അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേലും കുറച്ചുകൂടെ ഗംഭീരമായി കടനാട് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ ചെക്ക് ഡാമിൽ നടക്കാൻ ജലോത്സവം വളരെ ഭംഗിയായി നടത്തുകയാണ്. കടനാട് ദേശത്തെ സംബന്ധിച്ച് ഇന്ന് പുണ്യാളൻ്റെ സജീവ സാന്നിധ്യം ഇന്ന് കൊടിയേറുന്നതോടെ ആരംഭിക്കുകയാണ്. അതിന് മാറ്റുകൂട്ടുന്നതിനായി ഇവിടെ നടത്തുന്ന ജലോത്സവത്തിൽ ഈ നാട്ടിലെ മറ്റ് ദേശങ്ങളിലുള്ള എല്ലാ ആളുകളെയും അത് സ്വാഗതം ചെയ്യുന്നു. 2026 ജലോത്സവത്തിൽ ഈ വർഷം കൊട്ടവഞ്ചി, കയാക്കിങ്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ആളുകളും ഇത് വന്ന് കയറുകയും ഇത് വിജയകരമാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കടനാട് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുകൊണ്ട് കടനാട്ടിലെ പൂതക്കുഴി കുടിവെള്ള പദ്ധതിയുടെ ചെയർമാനക്കാടുള്ള ജോണിച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ കൊട്ടവഞ്ചി മഹോത്സവം ഇവിടെ അരങ്ങേറുന്നത്. ഇത് കടനാടിൻ്റെ വിഭാഗത്ത് രണ്ടാമത്തെ തവണയാണ്. ഇത് 2ാം വർഷമാണിത്. കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ പൂർവാധികം ഭംഗിയായിട്ടാണ് ഈ വർഷത്തെ കൊട്ടവഞ്ചി മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ പെട്ടെന്നൊരു ആലോചനയോടുകൂടി പെട്ടെന്ന് ഇത് സംഘടിപ്പിച്ചെടുത്താണെങ്കിൽ ഈ തവണ കേരള പഞ്ചായത്തിലെ എല്ലാ ആളുകളെയും തന്നെ വിളിച്ചു ചേർത്ത് വളരെ മനോഹരമായിട്ട് നടന്നതിന് വേണ്ടിയിട്ട് ഉള്ള തീരുമാനങ്ങളെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊട്ടവഞ്ചി ഇവിടെ എത്തിച്ചിരിക്കുന്നു. 14-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ആരംഭിച്ച് ഇതിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സംരംഭത്തിലോട്ട് എല്ലാവരെയും വളരെ നല്ല ഭംഗിയായി തീർക്കുന്നതിന് വേണ്ടി നാട്ടിലുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചെക്ക് ഡാമിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ അത് കാണാൻ പറ്റിയ തച്ചുവളം ചുണ്ടന് എന്ന പേരിൽ കുഞ്ഞുകുഞ്ചേട്ടൻ്റെ ഒരു കൊച്ചു വള്ളം ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പെരുന്നാളിന് ഇവിടെ എത്തിച്ചിരുന്ന ആളുകൾക്കെല്ലാം ഇത് വളരെയധികം കാണാനും, ഇത് വളരെ ചെറിയ ഒരെണ്ണമാണെങ്കിൽ പോലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, അത് അദ്ദേഹത്തിൻ്റെ കഴിവ്, അതിനെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ല. വളരെ മനോഹരമായിട്ട് തന്നെ കിടക്കുന്നു. ഇത്തരം കലാപ്രതിഭകളെയൊക്കെ
വളർത്തിക്കൊണ്ടുവന്നത്. കടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപ്രതിഭകളുടെ തന്നെ ഒരു നാടാണ്. അത് തൻ്റെ ഒരു കരവിരുത് തന്നെ ഇവിടെ ഇദ്ദേഹം ഇറക്കിയിരിക്കുകയാണ്. ഇത്തരം ആളുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയായി നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയായി നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു, വെറുതെ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. കടനാട്ടിൽ ആഘോഷത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരികയാണ്. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കടനാട് ഫൊറോന പള്ളിയുടെ തിരുനാളിനോടനുബന്ധിച്ച് കൊടിയേറ്റ ദിവസത്തിൽ നടത്തപ്പെട്ട 2 വീലർ ഫാൻസി ഡ്രസ് മത്സരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. രാജകൽപ്പന ലംഘിച്ച് ദൈവത്തെ ആരാധിച്ച ദാനിയേലേ, ഈ സിംഹക്കുഴിയിൽ കിടന്ന് നിങ്ങൾ മരിക്കും. നിങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം ഈ സിംഹങ്ങളുടെ മടയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതെന്ന് കാണട്ടെ. ഇല്ല സാമുവേൽ, ഞാൻ ഈ സിംഹമടയിൽ കിടന്ന് മരിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ഈ സിംഹങ്ങളുടെ വായ മൂടിക്കെട്ടി എന്നെ രക്ഷിക്കുകയും ഞാൻ രാജസന്നിധിയിൽ തിരിച്ചെത്തുകയും ചെയ്യും. ഇല്ല ദാനിയേൽ, ഈ സിംഹക്കുഴിയിൽ കിടന്ന് നിങ്ങൾ മരിക്കും. ഈ സിംഹങ്ങൾ നിങ്ങളെ കടിച്ചു കയറി ഭക്ഷിക്കും. നിങ്ങൾ ജീവനോടെ രാജസന്നിധിയിൽ മടങ്ങിയെത്തില്ല. ഈ 2 വീലർ ഫാൻസി ഡ്രസ് മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി അമരയുടെ നാടകം തച്ചൻ, നാടകത്തിന് ശേഷം ആകാശവിസ്മയം, കൊച്ചിൻ സാഗർ ഫയർ വർക്സിൻ്റെ ആകാശവിസ്മയം നാടകത്തിന് ശേഷം നടക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.